ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ തുടക്കക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന അടിപൊളി അനാർക്കലി മോഡൽ അംബർല കട്ട് ചുരിദാറാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ യോക്ക് പീസിൽ ചെറിയൊരു ഡിസൈനൊക്കെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. കാരണം ഞാനൊരു ബിഗിനറാണ്. എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നേക്കാൾ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്നവർ ഈ കൂട്ടത്തിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തുണി ഞാൻ വാങ്ങിയത് മീഷോയിൽ നിന്നൊരു സാരി വാങ്ങിയതാണ്. 200 രൂപയ്ക്കാണ് താഴെയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. മീഷോയിൽ ഇതിൻ്റെ പല കളറിൽ അവൈലബിൾ ആണ്. എനിക്ക് ബ്ലാക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ബ്ലാക്ക് എടുത്തുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഇത് ആവശ്യമുള്ളവർ ഇതേ ഫാബ്രിക് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ളവർ മീഷോയിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു മോഡലിൽ നമ്മുടെ ഡ്രസ്സ് നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് പോവാം. ഇത് ഫസ്റ്റ് നമ്മൾ ഈ ഒരു മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ന്യൂസ് പേപ്പറിൽ നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നാൽ നമുക്ക് ഈ ന്യൂസ് പേപ്പർ വെച്ചിട്ട് എളുപ്പത്തിൽ നമുക്ക് തുണിയിൽ കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ തുണി വെറുതെ വേസ്റ്റ് ആയി പോകും. അപ്പം ഞാൻ നമ്മളെ യോക്ക് പീസ് നമ്മളെ തുണി രണ്ടായി മടക്കിയിടുന്നത് പോലെ ഞാൻ ന്യൂസ് പേപ്പർ ഇതുപോലെ രണ്ടായി ഒന്ന് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ നമുക്ക് വേണ്ടുന്ന ലെങ്ത്ത് ഞാൻ യോക്ക് പീസിന് 14 ഇഞ്ചാണ് ലെങ്ത്ത് കൊടുക്കാറ്. അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളെ അളവ് തന്നെ എടുക്കണേ. ആ ഒരു ലെങ്ത്തിൽ ഞാൻ ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം ഷോൾഡർ മാർക്ക് ചെയ്തു. ഷോൾഡർ 6 ഇഞ്ചാണ് എടുത്തത്. ആം ഹോൾ ലെങ്ത്തും 6 ഇഞ്ചാണ് എടുത്തത്. അതുപോലെ ചെസ്റ്റ് അളവ് ഞാൻ 8.5 എടുത്തത്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂടി ചേർത്തെടുത്തു. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ അളവ് നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളെ അളവ് മാത്രം നോക്കിയിട്ട് എടുക്കാവുള്ളൂ. എൻ്റെത് സ്മോൾ സൈസ് ആയിരിക്കും, ചെറിയ അളവായിരിക്കും എൻ്റെത്. അപ്പം നിങ്ങൾക്ക് സൂട്ടാകണമെന്നില്ല, അത് കാണുന്നവർക്ക് സൂട്ടാകണമെന്നില്ല. അപ്പോൾ ഞാൻ ഇതേപോലെ നമ്മുടെ യോക്ക് പീസ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. ഫ്രണ്ട് പീസ് മാത്രം ഞാൻ ന്യൂസ് പേപ്പറിൽ കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഫ്രണ്ട് പീസിൽ ഇത്ര വരേക്കും നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെ, ഹോൾ കാര്യങ്ങളൊക്കെ അതേ മെത്തേഡ് തന്നെ ചെയ്തത്. അപ്പോൾ ഞാൻ ഈ നെക്ക് വിഡ്ത്ത് എടുത്തത് 2.25 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ നെക്ക് ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുള്ളത് 5 ഇഞ്ചോളം എടുത്തിട്ടുള്ളത്. അതൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ യോക്ക് പീസ് ഫ്രണ്ട് പീസിലെ യോക്ക് പീസ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ചെറിയൊരു കട്ടിങ്, ഇനിയാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നതിൻ്റെ ചെറിയൊരു കട്ടിങ് വരുന്നത്. ഒരു അനാർക്കലി മോഡൽ ഡ്രസ്സിന് വേണ്ടിയിട്ടുള്ള കട്ടിങ് ഇനിയാണ് ചെയ്യാൻ പോണത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മുടെ നെക്ക് കൂടി ഒന്ന് കട്ട് ചെയ്തെടുത്തില്ലേ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത്ര വരേക്കും നമ്മൾ പേപ്പർ മടക്കിയിട്ട് കൊടുത്തിട്ടാണ് കട്ടിങ് ചെയ്യേണ്ടത്. ഇനി നമുക്കതൊന്ന് നിവർത്തിയിട്ട് കൊടുക്കാം. നിവർത്തിയിട്ട് കൊടുത്തതിന് ശേഷം നമ്മളെ ആ ഒരു നെക്കിൻ്റെ പോയിന്റ് ഉണ്ടല്ലോ, ആ സെൻറ്റർ പോയിന്റ്, അവിടുന്ന് ടാപ്പ് നമ്മൾ താഴേക്ക് ഇതേപോലെ ഒരു സൈഡിലേക്ക്, നമുക്ക് ഏത് സൈഡിലാണോ ആ ഒരു ഡിസൈൻ വരേണ്ടത് ആ ഒരു ഭാഗത്തേക്ക് ഇതേപോലെ ടാപ്പ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ 1 ഇഞ്ച് നമുക്ക് താഴെ സ്കേർട്ട് പോർഷൻ വിട്ട് അതിന് മേലെ വേണം നമ്മൾ ഈ ഒരു ലൈന് വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ 1 ഇഞ്ച് നമുക്ക് സ്കേർട്ട് പോർഷൻ അറ്റാച്ച് ചെയ്യാൻ വേണമല്ലോ. അപ്പോൾ അവിടുന്ന് മുകളിലേക്ക് ഇതേപോലെ ഒരു ലൈന് വരച്ചു കൊടുക്കുക. ലൈനല്ല, ഒരു കേർവ് ഷേപ്പിലോ ഒരു കോൺ ഷേപ്പിലോ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ 1 ഇഞ്ച് നമ്മൾ എന്തായാലും വിട്ടിരിക്കണം. അത് നമുക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞു നമ്മൾ സ്കേർട്ട് പോർഷനുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണം. അപ്പോൾ ആ ഒരു സൈഡ് ഉണ്ടല്ലോ, ആ ഒരു ഭാഗം നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ഒന്ന് കോൺ ഷേപ്പ് ഇതുപോലെ ഒന്ന് കേർവ് ചെയ്തൊന്ന് വരച്ചു കൊടുക്കണേ. അത് ഞാൻ മുന്നേ വരച്ചു കൊടുക്കാൻ മറന്നുപോയി. എന്നല്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഒരു ഭാഗം വല്ലാണ്ട് തൂങ്ങിക്കിടക്കുന്ന പോലെ ഉണ്ടാകും. അപ്പോൾ ഇതേപോലെ ഞാനൊന്ന് കേർവ് ഷേപ്പിൽ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തു കേട്ടോ. അത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റ് ലൈറ്റ് ഒന്ന് വരച്ചു കൊടുത്തിട്ട് ആ ഒരു പോയിന്റിലേക്ക് എത്തിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ നമുക്ക് ആ ഒരു ലൈനിലൂടെ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുത്തു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഇപ്പോൾ 2 പീസായിട്ട് കിട്ടിയില്ലേ, ഇതിൽ നമുക്ക് കട്ട് ചെയ്തതിൽ ഏറ്റവും വലിയ ഭാഗം നമ്മുടെയൊക്കെ ഇപ്പോൾ ആ ഒരു കോൺ ഷേപ്പ് വരച്ചു കൊടുത്തതിൽ ഏറ്റവും വലിയ ഭാഗം നമ്മൾ ഇതുപോലെ ഇങ്ങനെ എടുക്കുക. ഇനി ആ ഒരു ഭാഗം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ, മറ്റേ ചെറിയ ഭാഗം നമുക്ക് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഫ്രണ്ട് പീസിലെ കട്ടിങ് മാത്രമേ കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം വെച്ചിട്ട് നമുക്ക് ലൈനിങ് കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ലൈനിങ് നമ്മൾ 2ആയി മടക്കിയിട്ട് കൊടുത്തിട്ടൊന്നുമല്ല, തുണി ഒറ്റ പീസുള്ള തുണി നിവർത്തിയിട്ട് കൊടുത്തത് തന്നെയാണ് ഈ ഒരു പേപ്പർ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണത്. അപ്പോൾ 2ആയി മടക്കിയിട്ട് കൊടുത്തിട്ട് ഈ ഒരു ലെവലിൽ കട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നിവർത്തിയിട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു പേപ്പർ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പേപ്പർ ആണെങ്കിലും നമ്മളെ തെന്നിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ്, നമുക്കൊരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ കുത്തി കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും കൂടുതൽ എളുപ്പം. അതാകുമ്പോൾ തെന്നിപ്പോവില്ല. കുറച്ചൊരു 5 അങ്ങോട്ടോ ഇങ്ങോട്ടോ കുറച്ചൊന്ന് മാറിപ്പോയാൽ കട്ടിങ് മൊത്തത്തിൽ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ കുത്തി കൊടുത്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ ലൈനിങ് ഒരു പീസ് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ആ ലൈനിങ് ആ പീസ് വെച്ച് തന്നെ വേറൊരു പീസ് കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ 2 പീസിൻ്റെ ആവശ്യമുണ്ട്. ഇതുപോലെ നമ്മൾ 2 പീസ് കട്ട് ചെയ്തെടുത്തു. അത് ഇതേപോലെ നമ്മൾ മേലെ വെച്ചിട്ട്, അതായത് നെക്ക് സെൻറ്റർ പോയിന്റ് വരുന്ന രീതിയിൽ ഇതേപോലെ മുകളിൽ വെച്ച് കൊടുത്താൽ നമുക്ക് ആ ഒരു അനാർക്കലി മോഡൽ ഡ്രസ്സ് കിട്ടും കേട്ടോ. ആ ഒരു മോഡലാണ് നമുക്ക് കിട്ടുക ഇങ്ങനെ വെച്ച് കൊടുത്താൽ. അങ്ങനെ നമ്മളെ ഫ്രണ്ട് പീസിന് വേണ്ടുന്ന
ലൈനിങ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. ഇനി ബാക്ക് പീസ് നമ്മൾ സാധാരണ കോമൺ ആയിട്ട് ചെയ്യുന്ന ആ ഒരു യോക്ക് പീസ് തന്നെയാണ് ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ഫ്രണ്ട് പീസും കിട്ടി, അതുപോലെ ബാക്ക് പീസും കിട്ടി. ലൈനിങ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് നമ്മുടെ നെറ്റ് ഫാബ്രിക്, നമ്മുടെ സാരി ഉണ്ടല്ലോ, അത് നമുക്ക് അതിൽ കട്ട് ചെയ്തെടുക്കാം. അതിലും ഞാൻ സെയിം മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ യോക്ക് പീസിന് വേണ്ടിയിട്ട് ഈ സാരി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ ബ്ലൗസ് പീസ് കിട്ടുമല്ലോ, ഞാൻ ആ ബ്ലൗസ് പീസിലെ തുണി വെച്ചിട്ടാണ് യോക്ക് പീസിന് വേണ്ടിയിട്ട് തുണി എടുത്തിട്ടുള്ളത്. അപ്പോൾ സാരി നമുക്ക് സ്കേർട്ട് പോർഷനിൽ മാത്രമേ യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ബ്ലൗസ് പീസിൻ്റെ തുണിയിൽ ഞാൻ ഇതേപോലെ നമ്മുടെ ഓരോ പീസും ഇതേപോലെ ഞാനൊന്ന് വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് രണ്ടായിട്ട് മടക്കിയിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിവർത്തിയിട്ട് കൊടുത്ത് തന്നെ നമുക്ക് ഇത് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ ഫ്രണ്ട് പീസിന് വേണ്ടുന്ന പീസ് ആദ്യം ഇതുപോലെ ഒന്ന് വെച്ചിട്ട് അതൊന്ന് പിൻ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് കട്ട് ചെയ്തെടുക്കണത്. നെറ്റ് ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണെങ്കിലും കട്ട് ചെയ്യുമ്പോഴാണെങ്കിലും വല്ലാണ്ട് വലിഞ്ഞു പോകും. അതുപോലെ ജസ്റ്റ് ഒന്ന് കൈ തട്ടിപ്പോയാൽ മതി, ഉടനെ അത് ചുളുങ്ങിപ്പോകും, ആ ഒരു നമ്മൾ വെച്ച ഷേപ്പേ മാറിപ്പോകും. അപ്പോൾ എന്തായാലും നമ്മൾ ഇതേപോലെ അതിപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിലും അല്ലെങ്കിലും അങ്ങനെയുള്ളവരാണെങ്കിലും നമുക്ക് ഇതേപോലെ പിന്ന് കുത്തി കൊടുത്തതിന് ശേഷം മാത്രമേ കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ ഇതേപോലെ നമ്മുടെ ലൈനിങ് വെച്ചിട്ട് മെയിൻ ഫാബ്രിക് കൂടി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എനിക്ക് വേണ്ടുന്ന ലെങ്ത്തിൽ, സ്കേർട്ട് പോർഷന് വേണ്ടുന്ന ലെങ്ത്ത് ഞാൻ ഇതുപോലെ സാരിയിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റി. എന്നാൽ മാത്രമേ നമുക്ക് കുറച്ച് എളുപ്പത്തിൽ നമ്മൾ കട്ടിങ് കാര്യങ്ങൾ നടത്തുള്ളൂ. സാരി ആയതുകൊണ്ട് തന്നെ നല്ല നീളം ഉണ്ടാവല്ലോ. അപ്പോൾ നമുക്ക് വേണ്ടുന്ന ലെങ്ത്തിൽ ആദ്യം തുണിയൊന്ന് കട്ട് ചെയ്തിട്ട് ആദ്യം ഇതുപോലെ രണ്ടായി മടക്കിയിട്ടു. അതിനുശേഷം ഞാൻ ഇതുപോലെ ക്രോസ് ആയിട്ടൊന്ന് മടക്കിയിട്ടു. അമ്പർല കട്ട് മോഡൽ ഇതുപോലെയാണ് കേട്ടോ തുണി മടക്കി കൊടുക്കുക. നമ്മൾ സാധാരണ മോഡൽ ചെയ്യുന്ന പോലെയല്ല. അമ്പർല കട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ രണ്ടായി ഒന്ന് മടക്കിയിട്ടിട്ട് ആ ഒരു അറ്റത്തുനിന്ന് മറ്റേ അറ്റത്തേക്ക് ഇതുപോലെ കോൺ ഷേപ്പിലായിരിക്കും തുണി മടക്കിയിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ യോക്ക് പീസ് ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കുക. ഇതുപോലെ ഒന്ന് വെച്ചുകൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ടോട്ടൽ ലെങ്ത്ത്, നമുക്ക് ശരിക്കുള്ള ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അത് നമുക്കൊന്ന് അളന്നെടുക്കാം. അപ്പം ഞാൻ ഇതേപോലെ ഒന്ന് വെച്ചുകൊടുത്തു. ആ ഭാഗത്തൂടെയാണ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റേണ്ടത്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഇതുപോലെ ടേപ്പ് വെച്ചെടുത്തു. നമ്മൾ ടേപ്പ് എപ്പോഴും സെൻറ്ററിലായിരിക്കണം വെക്കേണ്ടത്, അറ്റത്തല്ല കേട്ടോ. ഇതുപോലെ നമ്മുടെ ടോപ്പിൻ്റെ യോക്ക് പീസിന് സെൻറ്ററിലായിരിക്കണം വെക്കേണ്ടത്. സെൻറ്ററിൽ വെച്ചിട്ട് വേണം നമ്മുടെ വേണ്ടുന്ന ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. സെൻറ്ററിൽ വെച്ചിട്ട് നമ്മൾ ടേപ്പ് ഇങ്ങനെ നീക്കി പോകുമ്പോൾ എല്ലാ വശത്തുനിന്നും നീക്കും. സെൻറ്ററിൽ വെച്ചിട്ട് നമ്മൾ ടേപ്പ് ഇങ്ങനെ റൗണ്ടിൽ നീക്കി പോകുമ്പോൾ നമ്മളെ കറക്റ്റ് നമുക്ക് വേണ്ടുന്ന അളവ് തന്നെ എത്രയാണോ വേണ്ടത് ആ ഒരു അളവ് ഇതുപോലെ ഓരോ പോയിന്റ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ ഇത് കുറച്ച് സ്പീഡായിട്ട് പറയണത്, വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടുന്നത്. ഞാൻ യോക്ക് പീസിലെ ചെറിയൊരു ഡിസൈനും കട്ടിങ്ങും മാത്രമേ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുള്ളൂ ഇതിലെ. അപ്പം നമ്മളെ മേലത്തെ ഭാഗം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം താഴത്തെ ഭാഗം ഞാൻ ഇതേപോലെ നമ്മൾ റൗണ്ട് ഷേപ്പ് നമ്മൾ ടേപ്പ് വെച്ചിട്ട് മാർക്ക് ചെയ്യുമല്ലോ നമുക്ക് വേണ്ടുന്ന ടോട്ടൽ ലെങ്ത്തിൽ, അങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് രണ്ട് ഭാഗത്തേക്കുള്ള തുണി ഇതുപോലെ കുറവായിരിക്കും. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെറിയൊരു പീസ് നമ്മൾ കട്ട് ചെയ്ത് ബാക്കി മാറ്റി വെച്ചതിലുള്ള പീസിൽ നിന്ന് ഇതുപോലെ 2 പീസ് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ആ ഒരു ചെറിയൊരു ഭാഗം മാത്രം ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. നല്ല വശത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്തിട്ട് അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഞാൻ സ്ലീവാണ് കട്ട് ചെയ്യണത്. സ്ലീവിന് ഫുൾ സ്ലീവാണ് കേട്ടോ കൊടുക്കണത്. അപ്പോൾ സ്ലീവിന് വേണമെന്നിട്ട് ഭയങ്കര ഇതായിട്ടുള്ള നെറ്റാണ്, അപ്പം വല്ലാണ്ട് നിഴലടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫുൾ സ്ലീവ് ഇടുമ്പോൾ കൈ മൊത്തമായിട്ട് അങ്ങനെ കാണുന്നവർക്ക് കുഴപ്പമില്ല, പ്രശ്നമൊന്നുമില്ല. ഇല്ലാത്തവർക്ക് ലെഫ്റ്റ് സ്ലീവിന് കൂടി നമുക്ക് ലൈനിങ് എടുക്കാം കേട്ടോ. അപ്പം ഞാനിത് ഇട്ടിട്ടുള്ളത് ഇന്നർ ഇട്ടതിന് ശേഷമാണ് ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വേണമെന്നുള്ളവർക്ക് ഇന്നർ ഇട്ടതിന് ശേഷം ഇടാം, ഇല്ല എങ്കിൽ സ്ലീവിനും നമുക്ക് ലൈനിങ് വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഇതേപോലെ സ്ലീവ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. 8 ഇഞ്ച് വീതിയിൽ കൂട്ടത്തിൽ 2 ഇഞ്ച് സ്ലീവ് അലവൻസും ചേർത്ത് 10 ഇഞ്ചിൽ തുണി മടക്കിയിട്ട് കൊടുത്തിട്ട് 22 ഇഞ്ചിൽ ലെങ്ത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ സ്ലീവും അങ്ങനെ കട്ടിങ്ങും അങ്ങനെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതുപോലെ നെക്ക് എങ്ങനെയാണോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക അതേ മെത്തേഡിൽ തന്നെയാണ് ഞാൻ ഈ ഒരു ഫ്രണ്ട് പീസിലെ ഭാഗവും കൂടി സ്റ്റിച്ച് ചെയ്തെടുത്തത്. അതായത് ആ സൈഡിലൂടെ നമ്മൾ കട്ട് ചെയ്തെടുത്ത 2 പീസായിട്ടില്ലേ ഉണ്ടാവുക, ആ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു 1/4 ഇഞ്ചിൽ. അതിനുശേഷം അത് തിരിച്ചിട്ടിട്ട് പറിച്ചടിച്ചു. അപ്പോൾ ഇതെല്ലാം ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ ആ ഒരു 2 പീസ് ഞാൻ ഇതേപോലെ ഒന്ന് മേലെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തു കേട്ടോ. അതിനുശേഷം ഞാനിത് ഇതേപോലെ ലേസാണ് ആ ഒരു അറ്റത്ത് ഞാൻ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലേസൊക്കെ നമ്മൾ ഇഷ്ടത്തിന് എടുക്കാതെ, അപ്പോൾ ഈ ലേസിൻ്റെ കാര്യത്തിൽ ഞാൻ പറയുന്നതാണ്, നമ്മൾ ഏതൊരു ഡ്രസ്സിനാണെങ്കിലും റെഡിമെയ്ഡ് ഡ്രസ്സിന് ഇതുപോലുള്ള കാര്യങ്ങൾ
ഇതുപോലെ ലേസൊക്കെ വെച്ച് കൊടുക്കുന്നതാണെങ്കിൽ വേറെ തന്നെ ലുക്കായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മളെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ നമ്മളെ ഷോൾഡറൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കണം കേട്ടോ, കറക്റ്റ് അളവ് സൈസ് തന്നെയല്ലേ എന്നുള്ളത്, അല്ലെങ്കിൽ സെൻറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഇതേപോലെ കറക്റ്റ് ഷോൾഡറൊക്കെ ചെയ്ത് വെച്ചാൽ ഇതുപോലെ പിന്ന് കുത്തി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഈ ലേസ് ഇതുപോലെ തന്നെ വെച്ചെടുക്കുന്നുണ്ട്. അതേപോലെ ഞാൻ ആ ലേസ് വെച്ചെടുത്തതിന് ശേഷം ഒരു ഡോറി ഇതുപോലെ ഒന്ന് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ, വൈറ്റ് കളർ ഡോറിയും കൂടി വെച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക്. ഒരു സാരി കൊണ്ട് നമുക്ക് ഇത്രയും ലുക്കിൽ ഒരു അടിപൊളി ചുരിദാർ കിട്ടി.